ഹലോ ഓൾ. കുറെ ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാനിപ്പോൾ തിരിച്ച് ക്ലാസ്സിലേക്ക് വരുന്നത്. അപ്പം എനിക്കൊരു ചെറിയൊരു ബ്രേക്ക് വന്നു, പിന്നെ നിങ്ങൾക്കും ബ്രേക്ക് വന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം ഹിസ്റ്ററി പോർഷൻ അറൈവൽ ഓഫ് യൂറോപ്യൻസ് കണ്ടിന്യൂ ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നു, യൂറോപ്യന്മാരുടെ കോൺട്രിബ്യൂഷൻ എന്നൊരു ടോപ്പിക്കിൽ. അപ്പം എനിക്ക് ആ ഒരു ആർക്കിടെക്ചറിലുള്ള യൂറോപ്യൻസിന്റെ, പ്രത്യേകിച്ച് പോർച്ചുഗീസുകാരുടെ കോൺട്രിബ്യൂഷൻ ആയിരുന്നു ഞാൻ ചെയ്യാൻ വെച്ചിരുന്ന വീഡിയോ. പക്ഷെ അത് ഷോർട്സ് വീഡിയോയിൽ ഒതുങ്ങുന്നില്ല. അപ്പൊ അത് കാരണം ഞാൻ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാനും പിന്നെ അതിന്റെ ഒരു എന്താ പറയുക, അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പശ്ചാത്തലം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് അറൈവൽ ഓഫ് യൂറോപ്യൻസ് പലർക്കും PSC പഠിക്കുന്ന പലർക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പോർഷനാണ്. കാരണം ഭയങ്കര എന്താ പറയാ, ഡ്രൈ ആണ് ആ ഒരു പോർഷൻ എന്ന് പറയുന്നത്. പക്ഷേ ബേസിക്കലി അത് കുറെ കാര്യങ്ങൾ ഇവിടെ പണിത് വെച്ചിട്ടൊക്കെയാണ് പോയത്, കുറെ കാര്യങ്ങൾ ഇവിടെ ചെയ്തു തന്നിട്ടൊക്കെയാണ് പോയത്. അപ്പം അങ്ങനെ ഇരിക്കുമ്പം നമുക്ക് ഈ ഒരു പോർഷനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടെങ്കിൽ, യൂറോപ്യൻസ് ഇവിടെ വന്നിട്ട് എന്തൊക്കെ ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് ഒക്കെ നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ ആസ്വദിച്ച് പഠിക്കാൻ പറ്റും. കഷ്ടപ്പെട്ട് കാണാതെ പഠിക്കുന്നതിലുപരി നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കി ആസ്വദിച്ചൊക്കെ പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ഫാക്ട്സ് ഒക്കെ മെമ്മറിയിൽ സ്റ്റോറും ആകും. അപ്പം അതുപോലൊരു പോർഷനാണ് ഈ ക്ലാസ്സിൽ ഞാൻ പറയുന്നത്. ഇത് SCRT-യിലൊക്കെ വലുതായിട്ട് പ്രതിപാദിക്കുന്നില്ലെന്ന് തോന്നുന്നു. പക്ഷെ റിലീജിയസ്ലി ഇഷ്ടംപോലെ പോർച്ചുഗീസുകാരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇഷ്ടംപോലെ സംഭാവനകൾ അവർ നൽകിയിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭാവനയാണ് ആർക്കിടെക്ചറിൽ അവർ നൽകിയിട്ടുള്ള സംഭാവന. അപ്പം പോർച്ചുഗീസുകാരാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന, പ്രത്യേകിച്ചും ക്രിസ്ത്യൻ പള്ളികൾ, കാത്തോലിക്ക പള്ളികൾ പണിയുന്ന ഒരു ആർക്കിടെക്ചറിന്റെ സ്റ്റൈൽ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത് പോർച്ചുഗീസുകാരാണ്. അപ്പം ആ ഒരു ആർക്കിടെക്ചറിന്റെ ഒരു പേര് ബറോക്ക് എന്നാണ്. ഓക്കെ, അപ്പം ബറോക്ക് ആർക്കിടെക്ചർ അത് യൂറോപ്യന്മാർ പ്രത്യേകിച്ചും പോർച്ചുഗീസുകാരുടെ സംഭാവനയാണ്. എന്താണ് ഈ ബറോക്ക് ആർക്കിടെക്ചർ എന്നുള്ളത് ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കാം. വലിയ വലിയ പള്ളികൾ, പ്രത്യേകിച്ചും യൂറോപ്പിലുള്ള വലിയ വലിയ പള്ളികളിൽ ഭയങ്കര ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഹെവി വർക്ക്സ് ആയിരിക്കും. ഓക്കെ, അപ്പം മാർബിളിലൊക്കെ വലിയ ഭംഗിയുള്ള ശില്പങ്ങൾ കൊത്തി വെച്ചിരിക്കുന്ന കാണാം. അത് പ്രത്യേകിച്ച് അൾത്താരയുടെ ഒക്കെ അടുത്ത് ഭയങ്കര ഭംഗി, ഭയങ്കര ഹെവി, ഭയങ്കര എഫേർട്ട് ഇട്ട് കുറെ ശില്പങ്ങൾ കൊത്തി വെച്ചിരിക്കുന്ന കാണാം. അപ്പൊ ആ കൈൻഡ് ഓഫ് ആർക്കിടെക്ചറിനെയാണ്, ഒട്ടും സിമ്പിൾ അല്ലാത്ത ഹെവി വർക്കുള്ള ഒരു കൈൻഡ് ഓഫ് ആർക്കിടെക്ചറിനെയാണ് ബറോക്ക് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ആർക്കിടെക്ചറിന്റെ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞാല്, നിങ്ങൾക്കറിയാം, യൂറോപ്പിന്റെ ഹിസ്റ്ററി നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ റിഫോർമേഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു നവോത്ഥാനം, ആ ഒരു കാലഘട്ടമില്ലേ, റിനൈസൻസ്, റിഫോർമേഷൻ കാലഘട്ടങ്ങൾ. അപ്പം ആ കാലഘട്ടത്തിൽ കത്തോലിക്കർ എന്ന് പറയുന്ന ഒരു വിശ്വാസ വിഭാഗം ഉണ്ടായിരുന്നു യൂറോപ്പിൽ. അപ്പം നമ്മുടെ ഇവിടെയൊക്കെയുള്ള പോലത്തെ. അപ്പൊ ഈ കത്തോലിക്കരേക്ക് എതിരായിട്ട് കുറച്ച് വിഭാഗം അവിടെ വന്നു, പ്രൊട്ടസ്റ്റൻസ് എന്ന് പറയുന്നത്. കത്തോലിക്കർക്കെതിരെ വന്നവരെ നമ്മൾ പ്രൊട്ടസ്റ്റൻസ് എന്ന് പറയും. ഞാനിപ്പോ യൂറോപ്പിലെ കാര്യമാണ് പറയുന്നത്. യൂറോപ്പിൽ അങ്ങനെ ഒരു സംഭവം നടന്നായിരുന്നു 1400, 1500 കാലഘട്ടങ്ങളിൽ. അപ്പം കത്തോലിക്കരുടെ രീതികളും അവരുടെ മത ആചാരങ്ങളും ശരിയല്ല, അത് മനുഷ്യന്മാരെ പറ്റിക്കുന്നു, അങ്ങനെ പല ക്രിറ്റിസിസം കത്തോലിക്ക ഫോളോയിങ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വന്നപ്പോഴത്തേക്കും പ്രൊട്ടസ്റ്റന്റ് വിഭാഗം അവിടെ വേരുറപ്പിക്കാൻ തുടങ്ങി. അപ്പം ഈ പ്രൊട്ടസ്റ്റന്റ്സിന്റെ അടുത്തേക്ക് ആളുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക, കത്തോലിക്കരിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുക. അപ്പം സ്വാഭാവികമായിട്ടും കത്തോലിക്കരായിട്ടുള്ള സഭാവിശ്വാസികളും അതിന്റെ മേലാളന്മാരും ഒക്കെ ഓരോരോ പ്ലാൻ ഇടും, എങ്ങനെയെങ്കിലും നമ്മുടെ സഭയിലെ ആളുകളെ നമുക്ക് ഇവിടെ പിടിച്ചു നിർത്തണം. അപ്പൊ അങ്ങനെ പിടിച്ചു നിർത്താൻ വേണ്ടി ഓരോരോ പ്ലാൻ ഇടുന്ന കൂട്ടത്തിൽ അതിലൊരു സ്ട്രാറ്റജി ആയിരുന്നു ബൃഹത്തായ പള്ളികളും ബൃഹത്തായ അൾത്താരകളും പണിയാന്നുള്ളത്. അതായത് അവർക്കൊരു പ്രൈഡ് തോന്നണം, ഞങ്ങൾ എന്ത് കേമായിട്ടാണ് നമ്മുടെ ഒരു കൾച്ചർ ഇതില് ഒരു കൊത്തിവെച്ചിരിക്കുന്നതെന്നൊക്കെ നമുക്ക് തോന്നാൻ. ഏതൊരു കാര്യം നല്ല ഭംഗിയുള്ള ഒരു സാധനത്തിനോട് നമുക്കൊരു ഒരു ഒരു ബയസ് തോന്നത്തില്ലേ, ഒരു ആഭിമുഖ്യം തോന്നത്തില്ലേ. അപ്പം കത്തോലിക്കരിൽ നിന്ന് കുറെ പേര് പ്രൊട്ടസ്റ്റൻസ് ആവുന്നതിനെ തടയുന്നതിനുള്ള ഒരു സ്ട്രാറ്റജിയിൽ ഒന്നായിരുന്നു ബറോക്ക് എന്ന് പറയുന്ന ഒരു ആർക്കിടെക്ചർ ശൈലി രൂപപ്പെടുത്തി ആളുകളെ അതിലേക്ക് അടുപ്പിക്കുക എന്നുള്ളത്. മനസ്സിലായി? അപ്പൊ ബറോക്ക് എന്ന് പറയുന്ന ആർക്കിടെക്ചർ എന്താണ്? പള്ളികൾ അതിബൃഹത്തായി പണിയുക. അപ്പൊ അങ്ങനെ അതിബൃഹത്തായിട്ടൊക്കെ പണിയുമ്പോഴത്തേക്കും ആളുകൾക്ക് കുറച്ചൊരു അഭിമാനബോധമൊക്കെ തോന്നി ആ ഒരു പർട്ടിക്കുലർ സഭയിൽ തന്നെ നിൽക്കാനുള്ള ഒരു പ്രവണത കൂടും. അപ്പം അങ്ങനെ രൂപം കൊണ്ട ഒരു ആർക്കിടെക്ചറാണ് ബറോക്ക് ശൈലി എന്ന് പറയുന്നത്. അപ്പൊ ഈ ശൈലി ആരാണ് ഇവിടെ കൊണ്ടുവന്നത്? പോർച്ചുഗീസുകാരാണ്. പഴയ പള്ളികളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പോർച്ചുഗീസുകാർ ഞാൻ പറഞ്ഞു, അവർ ഏറ്റവും കൂടുതൽ ഇവിടെ പ്രചരിപ്പിച്ചത് എന്താണ്? കത്തോലിക്ക വിശ്വാസമാണ്. ഓക്കെ, അപ്പൊ അതും ഓർത്തിരിക്കുക. പിന്നെ ബറോക്ക് ശൈലി എന്ന് പറയുന്നത് അവർ കൊണ്ടുവന്നതാണ്. ഈ ഫോട്ടോസ് ഒക്കെ കണ്ടല്ലോ, ഇതാണ് ബറോക്ക് ശൈലി. അപ്പം നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് പള്ളികളിലൊക്കെ നിങ്ങൾ പോകുമ്പോൾ ഇത് കാണുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്കൊക്കെ ഒട്ടുമിക്കവർക്കും കേൾക്കുന്നവർക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു പള്ളിയാണ്
ബോം ജീസസ് ബസിലിക്ക ഗോവയിലുള്ളത്. അപ്പം ഇത് പോർച്ചുഗീസുകാർ പണിതതാ. ഗോവ എന്ന് പറയുന്ന ഒരു സിറ്റിയെ ആൽബക്രിക്കിയുടെ ഒരു സംഭാവനയാണ്. അദ്ദേഹം പ്ലാൻ ചെയ്ത് അദ്ദേഹം പണിത ഇഷ്ടം പോലെ ഫോർട്ടുകളുണ്ട്. നെക്സ്റ്റ് ടൈം അവിടെയൊക്കെ പോകുമ്പോൾ നിങ്ങൾ ഈ കാര്യം മനസ്സിൽ വെച്ചിട്ട് വേണം. പോർച്ചുഗീസുകാരുടെ ഒരു ആംഗിളിൽ നിങ്ങൾ ആ സ്ഥലമൊക്കെ കാണും, ഫോർട്ട് കൊച്ചിയും ഗോവയൊക്കെ. ഓക്കെ, അപ്പോൾ ഇഷ്ടം പോലെ അവർ പണിത് വെച്ചിട്ടുള്ള അവർ നടന്നു പോയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും, വഴികളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം എനിവേ ആ പള്ളികൾ സെയിന്റ് ബോം ജീസസ് ബസിലിക്കയിൽ ഇഷ്ടം പോലെ ഇതുപോലത്തെ വർക്ക്സ് കാണും. ഇതുപോലെ പഴയ പള്ളികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ആ ഒരു ബറോക്ക് ആർക്കിടെക്ചറിനെ ഫോളോ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ക്ലാസ് ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ ബറോക്ക് ആർക്കിടെക്ചർ എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരുടെ സംഭാവനയാണ്. ഒരു ഷോർട്ട് വീഡിയോയിൽ ഒതുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാമെന്ന് വിചാരിച്ചു. എനിവേ ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് വെച്ച് നമുക്ക് ഹിസ്റ്ററി പഠിക്കാൻ പറ്റും. ഇതല്ല അൾട്ടിമേറ്റ്, പക്ഷേ ഇതുപോലെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പുട്ടിന് പീര പോലെ ഇങ്ങനത്തെ കണ്ടന്റും ഇങ്ങനത്തെ വൗ ഫാക്ട്സ് ഒക്കെ പറയാം. അപ്പം സോ ഓക്കെ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ താങ്ക് യു.